welcome to Inspire and Lead. ഇന്ന് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതൊരു സ്പെഷ്യൽ റിക്വസ്റ്റാണ്. അതായത് ചമ്മന്തി, വെറും ചമ്മന്തി അല്ല, ചോദിച്ചേക്കുന്ന തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയാണ്. അപ്പം നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നതെന്ന്. ഞാനത് ചെയ്യുന്നത് ഡിഫറെൻ്റായിട്ട് സാധാരണ ഞാൻ ചെയ്യുന്നത് നാട്ടിലത്തെ രീതിയിലല്ല. അതെന്താ മോഡേൺ കിച്ചൺ ആയതുകൊണ്ട് അതെന്തായിട്ടുണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കാണിച്ചു തരാം എങ്ങനെ അത് ചെയ്യുന്നതെന്ന്. അത്രയും പ്രയാസമൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷേ അതുകൂടെ ഞാൻ വിചാരിച്ചു ഒരു ചമ്മന്തിയും കൂടെ, വേറൊരു ചമ്മന്തിയും കൂടെ കാണിച്ചു തരാം. അതായത് മാങ്ങ ഇഞ്ചി ചമ്മന്തി. അപ്പം 2 തരം ചമ്മന്തികളാണ് കാണിക്കാൻ പോകുന്നത്. ഒന്ന് തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയും, രണ്ടാമത് മാങ്ങ ഇഞ്ചി ചമ്മന്തി. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന്. തേങ്ങ ചുട്ടരച്ച ചമ്മന്തി ചെയ്യാനായിട്ട് നമുക്കൊരു തേങ്ങ തന്നെ വേണം, ഓഫ് കോഴ്സ്. അതായത് ഒരു ഹോൾ തേങ്ങ നമ്മൾക്കൊരു അരമുറി മതി. ഇത് പൊട്ടിച്ചിട്ട് അരമുറിയെ നമ്മൾ എടുക്കുന്നുള്ളൂ. അത് ഒരു പൂള് പോലെ, അതായത് സ്ലൈസസ് ആക്കി നമ്മൾ സ്റ്റവ് ടോപ്പിലാണ് നമ്മളത് ചുട്ടെടുക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് 2 രീതി ചെയ്യാം. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഗ്രില്ല് പോലത്തെ ഒരു സാധനമുണ്ട്. അത് ഞാൻ ഈ സ്റ്റവ് ടോപ്പിൽ വെച്ച് ചുട്ടെടുക്കുന്നതാണ് സാധാരണ ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു മെറ്റൽ സ്ക്യൂറ്. അപ്പം ഈ പൂളി വെച്ചേക്കുന്ന തേങ്ങ നന്നായിട്ട് ഇതിലോട്ട് കയറ്റി പ്ലേസ് ചെയ്ത് വെച്ചിട്ട് സ്റ്റവ് ടോപ്പിൽ ചുട്ടെടുക്കാം. അതുപോലെ വറ്റലും മുളകും ചുട്ടെടുക്കാം അതുപോലെ തന്നെ. അപ്പം ഏത് ഓപ്ഷൻസാണ് ഉള്ളതെന്ന് നോക്കുക. ഇല്ലെങ്കിൽ തേങ്ങ വെറും ഗ്രേറ്റ് ചെയ്ത് നമുക്ക് പാനിലിട്ട് ടോസ്റ്റ് ചെയ്ത് ഒരു ഫ്രൈ ചെയ്ത് എടുത്തിട്ട് അരയ്ക്കാം. ഓക്കെ, അപ്പം ഇത് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമുക്കൊരു 10 എരിവിനനുസരിച്ച് ഒരു 10 വറ്റൽമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചുടണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു ചെറിയ സൈസ് വാളൻ പുളിയും, പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു 2-3 ചെറിയ ഉള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ വേണ്ടിയെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ, ഒരു നുള്ള് വെളിച്ചെണ്ണ അവസാനം എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാൻ നേരം ഇച്ചിരി ഒരു വെളിച്ചെണ്ണയും കൂടെ ഇടും. ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള കാര്യം. വളരെ സിമ്പിളാണ്. അപ്പം നമുക്ക് തേങ്ങ പൊട്ടിച്ച് അതിനകത്ത് പുളിയെടുക്കാം. അപ്പം തേങ്ങ പുളി എടുത്തു. ഇനിയും തേങ്ങാപ്പൂളും പിന്നെ ഈ വറ്റൽ മുളകും നമ്മൾ ചുട്ട് എടുക്കണം ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഈ വയർ റാക്കിൽ തേങ്ങാപ്പൂൾ ഇങ്ങനെ വെച്ച് ചുട്ട് ഇത് പ്രോസസ്സാണ്. ചെറിയ സമയം എടുക്കും. ഇത് വെച്ചിട്ട് എങ്ങോട്ടും പോകല്ലേ, കാരണം ഇത് പെട്ടെന്ന് തീ പിടിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൂടെ നിന്ന് വേണം ഈ ചെയ്യാൻ. ഇപ്പം ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. കാണുന്നുണ്ടോ ഇത് ചുട്ട് വരുന്നത്? അപ്പോൾ അതുപോലെ ഓരോ സൈഡും തിരിച്ചും മറിച്ചും തിരിച്ചും ഇട്ട് ഇത് ചുട്ടെടുക്കണം. ഞാൻ കുറച്ച് ഇതുപോലെ സ്ക്യൂവേഴ്സിലും ഇട്ട് കാണിക്കുക. ഏതാ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. പക്ഷേ ഇതിട്ടിട്ട് പോവല്ലേ, ഇത് കൂടെ നിൽക്കണം. ഇങ്ങനെ നമ്മുടെ തേങ്ങ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്ക്യൂവേഴ്സ് യൂസ് ചെയ്തതാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും കിട്ടും. പിന്നെ ഇത് കണ്ട മുളകും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഊരി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഓക്കെ, മിക്സിയിൽ നമ്മൾ ഇനിയും ഇത് അരച്ചെടുക്കുക. കല്ലുണ്ടവർക്ക് കല്ല് ചെയ്യാം. നമുക്ക് വിദേശത്തുണ്ടവർക്ക് കല്ല് കാണത്തില്ല. അതിങ്ങനെ ഒരു മിക്സി ബ്ലെൻഡ് ചെയ്ത് വെള്ളം ചേർക്കാതെ, ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് ചെയ്യാൻ. പിന്നെ പറ്റുന്നില്ലെങ്കിൽ ഒരു ഇച്ചിരി 1 ടീസ്പൂണായിട്ട് ഇച്ചിരി ഇട്ട് കൊടുക്കണം. പക്ഷെ വെള്ളം ചേർക്കാതെ മാക്സിമം അരച്ചെടുക്കണം ഇത്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടി കുറച്ച് നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് ചെറിയ ഉള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഇച്ചിരി പുളിയും കറിവേപ്പിലയും ഇട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതൊന്ന് അരിയട്ടെ. ഇവിടെ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇത് അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഞാൻ ഇച്ചിരിയായിട്ടേ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. മാക്സിമം വെള്ളം അവോയ്ഡ് ചെയ്ത് നിർത്തി അരച്ചെടുക്കണം അത്. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞു. അപ്പം നോക്കിക്കോ, കൊള്ളാമോ? ഇനി നമുക്ക് അടുത്ത ചമ്മന്തിയിലോട്ട് പോവാം. ഇങ്ങനെ തേങ്ങാ ചമ്മന്തി കണ്ടു. ഇനി നമ്മുടെ സെക്കൻഡ് ചമ്മന്തി മാങ്ങ ഇഞ്ചി ചമ്മന്തി. മാങ്ങ ഇഞ്ചി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഏഷ്യൻ സ്റ്റോറിൽ ഇത് കിട്ടും. ഇത് മാങ്ങയല്ല, ഇഞ്ചിയുടെ കാറ്റഗറിയിലും വരുന്നതല്ല.
ഇത് ശരിക്കും ടർമറിക്കിൻ്റെ ഒരു കാറ്റഗറി വരുന്നത്. ഇന്ന് വൈറ്റ് ടർമറിക് എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് ഭയങ്കര ടേസ്റ്റും നല്ല സ്മെല്ലുമാണ്. അപ്പം മാങ്ങ ഇഞ്ചി ചമ്മന്തിക്ക് വേണ്ടി നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു 2-3 കഷ്ണം മാങ്ങ ഇഞ്ചി, ചെറിയ ഒരു വാളൻ പുളി ചെറുതായിട്ട്, 4-5 ചുമന്നുള്ളി, വറ്റൽ മുളക്, പിന്നെ ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, കറിവേപ്പില, തേങ്ങ, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. അതിൻ്റെ അടുത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഇട്ട് ഉപ്പും ഇട്ട് നമുക്കിത് അരച്ചെടുക്കാം. മാങ്ങ ഇഞ്ചി ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഈ ചമ്മന്തിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഉള്ള ഒരു ഡിഷുമായത്. അപ്പോൾ ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയും അതും ഇവിടെ ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റിക്വസ്റ്റ് ചെയ്ത് ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് നമ്മുടെ ഇൻസ്പയർ ആൻഡ് ലീഡിലെ ഫാമിലി മെമ്പറിന് താങ്ക് യു സോ മച്ച്. ഇത് ശരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യുക. എന്നിട്ട് പപ്പടവും പിന്നെ ഒരു ഇച്ചിരി ഉപ്പിലിട്ട മാങ്ങയും ഉണ്ടെങ്കിൽ എന്നാ നല്ല ചോറ് നമുക്ക് കഴിക്കാം, ഒരുപാട് കഴിക്കാം. ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ ഇന്ന് 2 റെസിപ്പി ഉണ്ടാക്കി കാണിച്ചതെന്ന്. പിന്നെ എന്താ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീർന്നു. പക്ഷെ പോകുന്ന മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഡു സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ആഴ്ച വീണ്ടും വരും. Until then, this is Preetha from Inspire and Lead.